പാലക്കാട്ടേക്ക് വന്നാൽ പാലക്കാട് നഗരസഭയിൽ ഭരണ തുടർച്ച ലക്ഷ്യമിട്ടാണ് BJP ഇറങ്ങുന്നത്. വിഭാഗീയതയും തർക്കങ്ങളും പരിഹരിച്ച് ഭരണം തിരിച്ചുപിടിക്കാൻ UDFന്റെ ശ്രമം. ശക്തമായ പോരാട്ടം നടത്തി കക്ഷിനില വർദ്ധിപ്പിക്കാൻ LDFും വെൽഫെയർ പാർട്ടിയും രംഗത്തുണ്ട്. ഇക്ബാൽ അറക്കൽ നൽകും. ഇക്ബാൽ, മലബാറിനെ സംബന്ധിച്ച് തന്നെ പാലക്കാട് കോർപ്പറേഷനിലേക്ക് ഉറ്റുനോക്കുകയാണ്. എന്തൊക്കെയാണ് ചർച്ച? മുന്നണികളെ സംബന്ധിച്ച് പോരാട്ടം എത്രത്തോളം കനത്തതാണ്? രോഷ്നി, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഏറ്റവും കൂടുതൽ ഗ്ലാമർ പോരാട്ടം നടക്കുന്നത് പാലക്കാട് നഗരസഭയിലാണ്. കഴിഞ്ഞ 2 തവണയും പാലക്കാട് നഗരസഭ ഭരിച്ചിരുന്നത് BJP ആണ്. ഇത്തവണയും ഭരണം നിലനിർത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് BJP ഉള്ളത്. ഭരണം തിരിച്ചുപിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസും ആരംഭിച്ചിട്ടുണ്ട്. ലീഗ് ഇതിനോടകം തന്നെ 10ഓളം സീറ്റുകളിൽ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിക്കുന്നു. വെൽഫെയർ പാർട്ടി നിലവിൽ അവർക്ക് ഒരു സീറ്റ് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുണ്ട്. ഇത്തവണ 3 സീറ്റുകളിൽ മത്സരിച്ച് അവരുടെ കക്ഷിനില വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. കോൺഗ്രസിന്റെ ആത്മവിശ്വാസമായി അവർ പറയുന്നത് BJPക്കകത്ത് വലിയ രീതിയിലൊരു തർക്കവും കലഹവും ഉണ്ട്, അത് തങ്ങൾക്ക് ഗുണമാവും എന്നുള്ളതാണ്. ഏതായാലും BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ വൈസ് ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ BJPക്കകത്ത് വലിയ രീതിയിലൊരു കലഹമുണ്ട്, അത് തങ്ങൾക്ക് ഗുണം ചെയ്യും, ഇത്തവണ എന്ത് വില കൊടുത്തും നഗരസഭ തിരിച്ചുപിടിക്കുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. കോൺഗ്രസ് സ്വപ്നം കാണുന്നതിനൊന്നും ആർക്കും തടസ്സപ്പെടുത്താൻ സാധിക്കില്ല. അവർ സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ വികസനം നടന്ന കാലയളവാണ് ഈ കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ നഗരസഭയിൽ RTO ഓഫീസുകളിൽ കാണുന്ന ഏജൻറ്റുമാരെ കാണുന്ന വിധത്തിലായിരുന്നു നഗരസഭയിലും പല വിധത്തിലുള്ള ഏജൻറ്റുമാർ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇന്ന് പൊതുജനങ്ങൾക്ക് നേരിട്ട് നഗരസഭയിൽ സധൈര്യം സമീപിക്കാമെന്ന് മാത്രമല്ല, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എല്ലാവിധത്തിലുള്ള സേവനങ്ങളും അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലാണ് നഗരസഭാ ഭരണം മാറിയിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഏതാണ്ട് 400 കോടി രൂപയുടെ വികസനമാണ് ഈ നഗരസഭയിൽ നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ വികസനം വേണമെന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി തന്നെ വരണം എന്ന് പാലക്കാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വൻ ഭൂരിപക്ഷത്തോടുകൂടി രണ്ട് പക്ഷമായി BJP തിരിഞ്ഞു നിൽക്കുന്നു. ആ പക്ഷങ്ങൾക്ക് തമ്മിലുള്ളൊരു തർക്കം നിലനിൽക്കുന്നു എന്ന രീതിയിൽ വലിയ രീതിയിൽ അഭ്യൂഹങ്ങൾ പുറത്തു. അല്ല, അത് ഈ പാർട്ടിയെ കുറിച്ചിട്ട് മനസ്സിലാക്കാത്ത ആളുകളാണ് ഈ വിധത്തിലൊക്കെ പറയുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 2015ലും 2020ലും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരൊറ്റ റിബൽ പോലും എന്തായാലും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ഓരോരുത്തരും. പാർട്ടികൾ ഇനിയിപ്പോൾ പോരാട്ടത്തില് കൂടുതലായി ഇറങ്ങുമ്പോൾ കൂടുതൽ വിവരങ്ങളും പ്രതികരണങ്ങളും ഒക്കെ വരും മണിക്കൂറുകളിലും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇക്ബാൽ അറക്കലാണ് പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് വിശദാംശങ്ങൾ നൽകിയത്.